Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി 25-ന് CPM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ ഭാഗമായുള്ള പയ്യന്നൂർ ഏരിയാതല കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. എട്ടിക്കുളം കക്കംപാറയിൽ നിന്നും പര്യടനം ആരംഭിച്ച ജാഥയ്ക്ക് പയ്യന്നൂരിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. കേരള ബജറ്റിലെ ജനദ്രോഹ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമരപരിപാടിയുമായി കോൺഗ്രസ്. വിവിധയിടങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാറിയെന്ന് BJP സംസ്ഥാന കമ്മിറ്റി അംഗം ഷോൺ ജോർജ്. BJP മാടായി മണ്ഡലം കമ്മിറ്റി പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IT ജോലിക്ക് വിട, തരിശുഭൂമിയിൽ കനകം വിളയിച്ച് യുവാവ്. ബംഗളൂരുവിലെ 15 വർഷം നീണ്ട IT ജോലി ഉപേക്ഷിച്ച് തരിശുഭൂമിയിൽ കൃഷിയിറക്കി വിജയം കൊയ്യുകയാണ് മയ്യിൽ വള്ളിയോട്ട് സ്വദേശി P. രതീഷ് എന്ന കൃഷിയെ പ്രണയിക്കുന്ന യുവ കർഷകൻ. വാർത്തകൾ വിശദമായി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി 25-ന് CPM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ ഭാഗമായുള്ള പയ്യന്നൂർ ഏരിയാതല കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. എട്ടിക്കുളം കക്കംപാറയിൽ നിന്നും പര്യടനം ആരംഭിച്ച ജാഥയ്ക്ക് പയ്യന്നൂരിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യമുയർത്തി കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി 25-ന് CPIM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ ഭാഗമായുള്ള പയ്യന്നൂർ ഏരിയാതല കാൽനട പ്രചരണ ജാഥയ്ക്ക് എട്ടിക്കുളം കക്കംപാറയിൽ തുടക്കമായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ ജാഥ ലീഡർ TI മധുസൂദനൻ MLA-ക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. കാരന്താട്, രാമതളി സെന്റർ, വടക്കുംപാട്, പുഞ്ചക്കാട് കിഴക്ക്, മഹാദേവ ഗ്രാമം, തായിനേരി, പയ്യന്നൂർ LIC ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ വില്ലേജ് ഓഫീസ് ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കവായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ, ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനെതിരെ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ വില്ലേജ് ഓഫീസ് ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കവായി ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനവും മോഹന വാഗ്ദാനങ്ങൾ ഇവിടെ ആർക്കും മറക്കാൻ സാധ്യമല്ല. കാരണം കോടിക്കണക്കിന് രൂപയുടെ PR വർക്കിന് ആളുകളെ ഏർപ്പാടാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ജനകീയ ഗവൺമെന്റ് ആയിരുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ ഇല്ലാത്ത നുണക്കഥകൾ രാജ്യത്തുടനീളം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് പരസ്യം
വെച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് ആ പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആർക്കും മറക്കാൻ സാധ്യമല്ല. മണ്ഡലം പ്രസിഡന്റ് പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, P ലളിത ടീച്ചർ, അത്തായി പത്മിനി, KP മോഹനൻ, ദാമോദരൻ നമ്പൂതിരി, VP കൃഷ്ണ പൊതുവാൾ, AK ശ്രീജ, BM പീതാംബരൻ, CK ദിനേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. PT അനിൽകുമാർ, PB ജിതേഷ്, PK ദിനൂപ്, CV രാജഗോപാലൻ, അർഷാദ് കൊവ്വായി, ശ്രീനിവാസൻ KV, വൈഷ്ണവ് P തുടങ്ങിയവർ ധർണാ സമരത്തിന് നേതൃത്വം നൽകി. KV സ്നേഹജൻ സ്വാഗതവും NP സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാറിയെന്ന് BJP സംസ്ഥാന കമ്മിറ്റി അംഗം ഷോൺ ജോർജ്. BJP മാടായി മണ്ഡലം കമ്മിറ്റി പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP മാടായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദിന് സ്വീകരണവും സമകാലിക രാഷ്ട്രീയ വിശകലന യോഗവും പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നടന്നു. BJP സംസ്ഥാന കമ്മിറ്റി അംഗം ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു. 2024 എന്താണ് സംഭവിച്ചത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലേക്ക് ഒതുങ്ങി. 96 സീറ്റുമായി അധികാരത്തിൽ വന്ന പിണറായി വിജയന് 2024 എന്ത് സംഭവിച്ചു? ഇതൊരു വോട്ട് ഷിഫ്റ്റാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെയും NDAയെയും തോൽപ്പിക്കാൻ അവർ കോൺഗ്രസിനോടൊപ്പം ചേരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി ഷിഫ്റ്റ് ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം എത്തിക്കുന്നു. ഇവിടുത്തെ സാധാരണക്കാരായ ഇസ്ലാം സഹോദരങ്ങളുടെ മനസ്സിലേക്ക് ഭീതിയുടെ വിഷം കുത്തിവെക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് വടക്കൻ അധ്യക്ഷത വഹിച്ചു. KK വിനോദ് മറുപടി പ്രസംഗം നടത്തി. KT മുരളി, AV സനൽ, AK ഗോവിന്ദൻ, സുരേഷ് മൂലക്കിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മാടായി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ CPM കള്ളപ്രചരണം നടത്തുന്നു എന്നാരോപിച്ച് UDF മാടായി പഞ്ചായത്ത് കമ്മിറ്റി വെങ്ങരയിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തി. DCC ജനറൽ സെക്രട്ടറി രജിത് നാരാത്ത് ഉദ്ഘാടനം ചെയ്തു. സഹകരണ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന നിലപാടാണ് CPM സ്വീകരിക്കുന്നതെന്നും കേരള ബാങ്കിലൂടെ സഹകരണ മേഖലയെ കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കുകയാണ് ഇടതുപക്ഷം ചെയ്തതെന്നും മാടായി സർവീസ് ബാങ്കിനെതിരായി CPM നടത്തുന്ന കള്ളപ്രചരണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് പറഞ്ഞു. മാന്യമായി പ്രവർത്തിക്കുന്ന ആളുകളെ മോശമാക്കാൻ ശ്രമിക്കുക. ഈ ബാങ്ക് തന്നെ അന്വേഷിച്ച് ഒരു തരത്തിലും അതിനകത്ത് കഴമ്പില്ല എന്ന് എഴുതി തള്ളിയ ഒരു കേസിനകത്ത് വെറുതെ വന്ന് സമരം ചെയ്യുക. എന്താ സമരം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടാകാൻ പോകുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതുവഴി ഉണ്ടാകാൻ പോകുമോ? നിങ്ങൾ സഹകരണ മേഖലയെ തകർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. അതെല്ലാം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന്. കണ്ടലയും കരുവന്നൂരും കോളിത്തട്ടും മാത്രമല്ല, കേരളത്തിൽ പാർട്ടി അധീനതയിലുള്ള CPM പാർട്ടി അധീനതയിലുള്ള പല സഹകരണ ബാങ്കുകൾ പ്രതിസന്ധിയിലായിട്ട് ഞങ്ങൾ അതൊന്നും പത്രദ്വാര പുറത്തറിയിക്കാതിരുന്നത് ഈ സ്ഥാപനങ്ങളും മേഖലയും നിലനിൽക്കണമെന്നുള്ളത് കൊണ്ടാണ്. UDF മാടായി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ SU റഫീഖ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജംഷീർ ആലക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. KPCC അംഗം MB ഉണ്ണികൃഷ്ണൻ, UDF കല്യാശ്ശേരി നിയോജക മണ്ഡലം ചെയർമാൻ NG സുനിൽ പ്രകാശ്, മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് V രാജൻ, MK രഘുനാഥ്, പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോയ് ചൂട്ടാട്, ബാങ്ക് പ്രസിഡന്റ് VB കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് AP ബദ്രുദ്ദീൻ, പഞ്ചായത്ത് അംഗം മോഹനൻ കാക്കോപ്രവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി പ്രതിഷേധ പ്രകടനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോറോം വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. UDF മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ A രൂപേഷ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കെതിരെ ഉയരുന്നു കേരള നാടിൻ പ്രതിഷേധം. KPCC ആഹ്വാനം ചെയ്ത നികുതി വർധനവിനെതിരായുള്ള വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ ധർണാ സമരത്തിന്റെ ഭാഗമായി കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോറോം വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മുനിസിപ്പൽ UDF കമ്മിറ്റി ചെയർമാൻ A രൂപേഷ് ഉദ്ഘാടനം ചെയ്തു. ഇല്ലാത്ത രീതിയിൽ 50%
ഭൂനികുതി വർദ്ധിപ്പിക്കുന്നു. ഭൂനികുതി എന്ന് പറയുന്നത് ഒരുപാട് നികുതി വർദ്ധിപ്പിച്ചു. അതിനകത്ത് വളരെ പരമപ്രധാനം എന്നത് ഭൂനികുതിയാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. പുഷ്പ തറമ്മൽ, രജനി രമേശൻ, സുരേഷ് കാനായി, ശങ്കരൻ മണിയറ, ഗോകുൽ ഗോപി, കെ പ്രേമൻ, പി കുഞ്ഞിക്കണ്ണൻ, വിജയൻ തറമ്മൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വഞ്ചകരുടെ പിച്ചുചട്ടിയിൽ കൈയിട്ട് വാരുകയാണ് CPM-ഉം പിണറായി വിജയനുമെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ. UDF മാടായി, പുതിയങ്ങാടി മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി മാടായി വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നികുതികളെല്ലാം കുത്തനെ കൂട്ടി, നികുതികളെല്ലാം കുത്തനെ കൂട്ടി, നികുതികളെല്ലാം കുത്തനെ കൂട്ടി, നികുതികളെല്ലാം കുത്തനെ കൂട്ടി. ഗോപാലന്റെ ബഡ്ജറ്റ്, ഗോപാലന്റെ ബഡ്ജറ്റ്, ഗോപാലന്റെ ബഡ്ജറ്റ്, ഗോപാലന്റെ ബഡ്ജറ്റ്. സംസ്ഥാന ബജറ്റിലെ നികുതിക്കൊള്ള അവസാനിപ്പിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചാണ് മാടായി പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാടായി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എവിടെയാണ് ചാരായ ഷാപ്പ് തുടങ്ങാൻ പറ്റുക എന്നുള്ളത് മാത്രം പഠിക്കുന്ന മന്ത്രിയായി MP രാജേഷ് മാറി. സ്വന്തം നാട്ടില് ബ്രൂവറിക്ക് ലൈസൻസ് കൊടുക്കാൻ അവിടെ കുടിവെള്ളം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്ന പാലക്കാടിന്റെ മണ്ണിലേക്കാണ് 1000 ലക്ഷക്കണക്കിന് ലിറ്റർ ദിവസം പ്രതി ഭൂമിയിലെ വെള്ളം ഊറ്റിയെടുക്കുന്ന ബ്രൂവറിക്ക് അന്യായമായി നിയമം ലംഘിച്ചുകൊണ്ട് അവിടെ അനുമതി കൊടുത്തുകൊണ്ട് കേരളത്തിലെ പിണറായി സർക്കാർ കേരളത്തിലെ ജനങ്ങളെ മദ്യത്തിൽ മുക്കിക്കൊന്നുകൊണ്ട് മുന്നോട്ട് പോകുക. ജോയ് ചൂട്ടാട് അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് V രാജൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ P അബ്ദുൽ ഖാദർ, സജി നാരായണൻ, സുധീർ വെങ്ങര, VP ഗോകുലൻ, മാടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VP ധനലക്ഷ്മി, മോഹനൻ കക്കോപ്രവൻ, റീന സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള ബജറ്റിലെ ജനദ്രോഹ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സമരം പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. നികുതിക്കൊള്ള അവസാനിപ്പിക്കുക, ഭൂനികുതി 50% വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക, കേരള ബജറ്റിലെ ജനദ്രോഹ നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിവെള്ളൂർ വില്ലേജ് ഓഫീസിനു മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണാ സമരം പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് P ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് സംബന്ധിച്ചിട്ട് കാശ് കൊടുക്കാനും നീക്കിവെപ്പ് 800 കോടി. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെങ്കിലും ഇതുതന്നെയാണ് സ്ഥിതി. 1200 കോടി രൂപ ഉച്ചഭക്ഷണത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് സ്കോളർഷിപ്പും ഒക്കെ ആയിട്ട് കൊടുക്കാനുണ്ട്. നീക്കിവെപ്പ് 920 കോടി. അതുപോലെ തന്നെയാണ് നമുക്ക് കാർഷിക മേഖലയായി ബന്ധപ്പെട്ട്, അത് ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പദ്ധതി വിഹിതത്തിൽ നിന്ന് കൊടുക്കാനുള്ള കാശ് കൊടുത്തു തീർക്കുവാൻ പോലും ഉള്ള പദ്ധതി വിഹിതം ഈ വർഷത്തെ ബഡ്ജറ്റിൽ വെച്ചില്ല എന്നാണ്. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് U ബാബു അധ്യക്ഷത വഹിച്ചു. AV തമ്പാൻ, K രാജു, K പ്രഭാകരൻ അടിയോടി, C ഹരിദാസ്, KR തങ്കമണി, KM വത്സല, P ഗോപാലകൃഷ്ണൻ, KV ഗീത എന്നിവർ സംസാരിച്ചു. PP ഭാസ്കരൻ, ശശികല, സുധ, ഗിരിജ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വേനൽ ചൂട് അതിന്റെ പാരമ്യത്തിലെത്തുകയാണ്. അതിനാൽ തന്നെ പാതയോരങ്ങളിൽ ക്ഷീണവും ദാഹവും ശമിപ്പിക്കാൻ പോകുന്ന തണ്ണിമത്തനം മാത്രം വിറ്റഴിക്കുന്ന നിരവധി സ്റ്റാളുകളാണ് ആവശ്യക്കാരെ ലക്ഷ്യമിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. പല വലുപ്പത്തിലും നിറത്തിലുമുള്ള തണ്ണിമത്തനുകളാണ് വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്കായി സ്ഥാനം പിടിച്ചിരിക്കുന്നത്. മുഴുവനായും സ്ലൈസ് ചെയ്തും ജ്യൂസാക്കിയും ഒക്കെ നൽകുന്നവർക്ക് വലിയ ലാഭം കൊയ്യാൻ വേനൽ ആരംഭത്തിലെ സാധിക്കുന്നുമുണ്ട്. കിലോയ്ക്ക് 25 രൂപ മുതൽ 40 രൂപ വരെയാണ് വില. സമാം, കിരൺ, നാംധാരി, വിശാൽ എന്നിവയാണ് പ്രധാനമായും വിപണിയിലുള്ളത്. സാമാന്യം വലിപ്പം കുറഞ്ഞതും മധുരം കൂടുതലുമുള്ള വിത്തധികമില്ലാത്ത കിരൺ ഇനത്തിലെ തണ്ണിമത്തനാണ് ആളുകൾക്ക് കൂടുതൽ പ്രിയം. ഇവയ്ക്ക് 25 രൂപയാണ് കിലോയ്ക്ക് വില. കിരണിന്റെ തന്നെ മറ്റൊരിനമായ മഞ്ഞ തണ്ണിമത്തന് കിലോ 40 രൂപയാണ് വില. തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് ജില്ലയിലേക്ക് കൂടുതലായും തണ്ണിമത്തനുകൾ എത്തുന്നത്. വേനൽ കടുക്കുന്തോറും കച്ചവടവും കൂടുതലാകുമെന്ന് വ്യാപാരികളും പറയുന്നു. ചൂട് കൂടുതലുള്ള സമയത്ത് വെള്ളം ശരീരത്തിൽ നിന്ന് ഒരുപാട് നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ
ബൈക്ക് വെച്ചിട്ട് തണ്ണീർമത്തൻ്റെ കഷ്ണം ചെറിയ പൈസക്ക് നമുക്ക് കിട്ടുന്നത് ജനങ്ങൾക്ക് വലിയൊരു കാര്യമാണ്. നമ്മളെ നാട്ടിൽ പണ്ടെല്ലാം ഈ തണ്ണീർമത്തം ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പം നമ്മളെ നാട്ടിൽ ഇത് ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ട് ഇപ്പം മറ്റ് സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്. കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നെല്ലാം വരുന്നത്. ഈ സാധനം നമ്മളെ മനുഷ്യർക്ക് ഈ ചൂടുകാലത്ത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഈ തണ്ണീർമത്തം. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. IT ജോലിക്ക് വിട. തരിശുഭൂമിയിൽ കനകം വിളയിച്ച് യുവാവ്. ബംഗളൂരുവിലെ 15 വർഷം നീണ്ട IT ജോലി ഉപേക്ഷിച്ച് തരിശുഭൂമിയിൽ കൃഷിയിറക്കി വിജയം കൊയ്യുകയാണ് മയ്യിൽ വള്ളിയോട്ട് സ്വദേശി പി രതീഷ് എന്ന കൃഷിയെ പ്രണയിക്കുന്ന യുവ കർഷകൻ. ആദമംഗലത്തിനടുത്ത് കോയിപ്രയിൽ ബന്ധുവിന്റെ 10 ഏക്കറോളം സ്ഥലത്താണ് കൃഷി. കഴിഞ്ഞ മഴക്കാലത്തോടെയാണ് വലിയ രീതിയിലുള്ള കൃഷിക്ക് തുടക്കമിട്ടത്. 1500ഓളം നേന്ത്രവാഴ, 2000ഓളം ഞാലിപ്പൂവൻ, മരച്ചീനി തുടങ്ങിയവയാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. നാടൻ ഏത്തവാഴയുടെ കന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇനി സ്വർണ്ണമുഖി ഇനം കൂടി പരീക്ഷിക്കാനാണ് തീരുമാനം. നിലവിൽ വാഴക്കുലകൾ വിളവെടുത്തതോടെ കന്നുകൾ ആവശ്യക്കാർക്ക് നൽകുമെന്ന് രതീഷ് പറഞ്ഞു. ഇതിപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞാൽ കോയിപ്ര ബക്കളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പം കൃഷി ചെയ്യുന്നത്. ഏകദേശം ഒരു 10 ഏക്കറോളം സ്ഥലമുണ്ട് ഇത്. അതിലിപ്പോൾ ഏകദേശം ഒരു 1500ഓളം നേന്ത്രവാഴയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2000-2000 മേലെ വരുന്ന പൂവൻ വാഴയാണ്. ഇപ്പോൾ ഇത് നേന്ത്രവാഴയിൽ അത്യാവശ്യം എനിക്ക് മൂത്ത് കൊല കൊടുക്കാനുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് എനിക്ക് കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഞാനിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. കുറച്ച് കപ്പയും കാര്യങ്ങളും ഇപ്പോൾ ഓൾറെഡി തന്നെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ പിന്നെ ഇതെന്ന് വെച്ചാൽ ഈ സ്ഥലം കുറ്റൂർ കൃഷിഭവൻ്റെ കീഴിൽ വരുന്ന സ്ഥലമാണ്. അപ്പോൾ കൃഷിഭവനുമായിട്ടുള്ള നല്ല ബന്ധമുണ്ട്. അവർ പിന്നെ കൃഷിഭവനിലെ ഇവരൊക്കെ ഇവിടെ സൈറ്റിൽ വന്നും വേണ്ടുന്ന രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ അപ്പോൾ തന്നെ എനിക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ അവരോടുള്ള ഒരു നന്ദിയും കൂടി ഇതിൽ പറയാനുണ്ട്. ജലദൗർലഭ്യം നേരിട്ടതോടെ കുഴൽക്കിണറും ചെങ്കൽ ക്വാറിയും മഴക്കാലത്ത് കെട്ടിനിർത്തിയുണ്ടാക്കിയ ജലസംഭരണിയുമാണ് ഉപയോഗപ്പെടുത്തുന്നത്. വൈദ്യുതി സിംഗിൾ ഫേസ് ലൈൻ ആയതിനാൽ മോട്ടോർ പമ്പ് പ്രവർത്തിക്കുന്നത് വില കൊടുത്തു വാങ്ങിയ പഴയ ജനറേറ്റർ ഉപയോഗപ്പെടുത്തിയാണ്. അതുകൊണ്ട് വൈദ്യുതി വകുപ്പിന്റെ കാരുണ്യം കൂടി രതീഷിന്റെ കാർഷിക വിജയത്തിന് അനിവാര്യമാണ്. രാവിലെ 5 മുതൽ തുടങ്ങുന്ന കൃഷിപ്പണി രാത്രി വരെ നീളും. അത്യാവശ്യത്തിന് കൃഷിപ്പണിക്ക് തൊഴിലാളികളെ വെക്കാറുണ്ട്. എരമം കുറ്റൂർ കൃഷിഭവന്റെ സഹായത്തോടെയും മാർഗനിർദ്ദേശങ്ങളോടെയുമാണ് കൃഷി ചെയ്യുന്നത്. കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ടി തമ്പാൻ പറഞ്ഞു. ഇപ്പോൾ 1 വർഷത്തോളമായിട്ട് എനിക്കിവിടെ പരിചയമുണ്ട്. ഒരു കഠിനാധ്വാനിയാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഈ ഫീൽഡ് ഇത്രയും വലിയ പ്രദേശത്തെ ഫീൽഡുകളിലെല്ലാം പോയി ആ ഫീൽഡിലെ കാര്യങ്ങളെല്ലാം നോക്കി വൈകുന്നേരം രാത്രി ഇവിടെ തന്നെയാണ് താമസം. അപ്പോൾ അങ്ങനെ ഒരു 24 മണിക്കൂറും കൃഷി എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ. അങ്ങനെയുള്ള കഠിനാധ്വാനികളായ ചെറുപ്പക്കാരെ നമുക്ക് ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ പറ്റുമ്പോൾ അത് നമ്മുടെ കൃഷിഭവനായാലും അതുപോലെ സർക്കാരിനും പഞ്ചായത്തിനും ഒക്കെ മുതൽക്കൂട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ളവരാണ് കൂടുതലായിട്ട് ഈ കൃഷിയിലേക്ക് വരേണ്ടത്. നമ്മുടെ കൃഷിഭവൻ തലത്തിൽ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അതുപോലെ തന്നെ ഇടപെടലുകൾ നമ്മൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. മുമ്പ് റബ്ബർ വനമുണ്ടായ പ്രദേശം വെട്ടിത്തെളിച്ചാണ് കൃഷി ചെയ്യുന്നത്. ആദ്യം ഇറക്കിയ കൃഷി പന്നിക്കൂട്ടങ്ങൾ നശിപ്പിച്ചത് തിരിച്ചടിയായി. ഇപ്പോൾ കമ്പിവേലി കെട്ടി പ്രതിരോധിച്ചതോടെ ആ പ്രശ്നത്തിന് പരിഹാരമായി. എല്ലായിടത്തും ജലസേചനത്തിന് സ്പ്രിങ്കിൾ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്ത മഴക്കാലത്തോടെ കൃഷി കുറച്ചുകൂടി വിപുലീകരിക്കാനാണ് ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ പിലാത്തറ. CPIM പെരിങ്ങോം ഏരിയ കാൽനട പ്രചരണ ജാഥയ്ക്ക് മാത്തിലിൽ തുടക്കമായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം N ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPIM പെരിങ്ങോം ഏരിയ കാൽനട പ്രചരണ ജാഥയ്ക്ക് മാത്തിലിൽ തുടക്കമായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം N ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പെരിങ്ങോം ഏരിയയിലുമെല്ലാം കുറെ കൂടി ഉയർന്ന പാർട്ടി ലീഡറായി ഉയർന്നു വരാൻ സഖാവ് കൃഷ്ണേട്ടന് സാധിക്കുന്നു. ഈ പ്രസ്ഥാനത്തോടും ഏറ്റെടുത്ത ചുമതലയോടുമുള്ള ഉദാത്തമായ പ്രതിബദ്ധത, ഏറ്റവും പാവപ്പെട്ട ജനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള ചടങ്ങിൽ പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. VV ഭാസ്കരൻ, M കരുണാകരൻ, KP ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ടി കൃഷ്ണൻ അനുസ്മരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ജനവിരുദ്ധ ബജറ്റിനെതിരെയും ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയും വെള്ളൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. DCC മെമ്പർ VC നാരായണൻ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം DCC മെമ്പർ VC നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഈ 5-8 കൊല്ലമായി നമ്മൾ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആനുകൂല്യമില്ല എന്ന് മാത്രമല്ല ജനങ്ങളുടെ എന്തെല്ലാം പിഴിയാൻ പറ്റുമോ
അതൊക്കെ പിഴിഞ്ഞുകൊണ്ട് ജനങ്ങളെ കഷ്ടപ്പാടിൽ നിന്നും കഷ്ടപ്പാടിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലേക്കുള്ള ഒരു ബജറ്റാണ് ഇപ്രാവശ്യവും അവതരിപ്പിച്ചത്. നമുക്കറിയാം ഭൂനികുതി എന്ന് പറയുന്നത് ഒരു നികുതിയോ ഒരു വരുമാന മാർഗമോ അല്ല പണ്ട് കാലങ്ങളിൽ. വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KT ഹരീഷ് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി EP ശ്യാമള, KB ഭാസ്കരൻ, N ഗംഗാധരൻ, A രൂപേഷ്, PP ദാമോദരൻ, NP രാജൻ, മോഹനൻ വേങ്ങേൽ, ലതാ നാരായണൻ, AK ദാമോദരൻ, രതീഷ് ബാബു എന്നിവർ പ്രസംഗിച്ചു. പയ്യന്നൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലീഗൽ പ്രൊഫഷൻ ഇൻ ദ ഇറ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ സബ് ജഡ്ജ് MS ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലീഗൽ പ്രൊഫഷൻ ഇൻ ദ ഇറ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ സബ് ജഡ്ജ് MS ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജഡ്ജ്മെന്റ് എഴുതുന്നത് വരെ നിങ്ങൾക്കൊരു പ്രസംഗമാണ്, നിങ്ങൾക്കൊരു പ്രോംപ്റ്റ് കൊടുത്തത് VP തങ്കച്ചൻ വിഷയാവതരണം നടത്തി. DK ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. രാജേഷ് പിലാങ്കു സ്വാഗതം ആശംസിച്ചു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് വാഹിദ, M ഷീജ, മുൻസിഫ് ഗ്രീഷ്മ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സംസ്ഥാന ബജറ്റിലെ നികുതി കൊള്ള അവസാനിപ്പിക്കുക എന്ന ആവശ്യമുന്നയിച്ച് ചെറുതാഴം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷൻ സുധീഷ് വെള്ളച്ചാൽ ധർണ സമരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബജറ്റിലെ നികുതി കൊള്ള അവസാനിപ്പിക്കുക എന്ന ആവശ്യമുന്നയിച്ച് ചെറുതാഴം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതാഴം വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷൻ സുധീഷ് വെള്ളച്ചാൽ ധർണ സമരം ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ വളരെ തിരിക്കപ്പെട്ട് കേരള സർക്കാർ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനും മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക. മണ്ഡലം പ്രസിഡന്റ് U രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. K രാമദാസ്, കുട്ടിനേഴത്ത് വിജയൻ, ചന്ദ്രിക, K മിഥുൻ, സരീഷ് പുത്തൂർ, ശംഭു നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. CPM പെരിങ്ങോം ഏരിയ കാൽനട പ്രചരണ ജാഥയ്ക്ക് ആലപ്പടമ്പിൽ സ്വീകരണം നൽകി. ജാഥ ലീഡർ M കരുണാകരൻ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. CPIM പെരിങ്ങോം ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് ആലപ്പടമ്പ് കുണ്ടിത്തിടലിൽ സ്വീകരണം നൽകി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. ജാഥ ലീഡർ M കരുണാകരൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. കൂടുതൽ ചരിത്രത്തിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വന്ന ഉടനെ നമ്മുടെ ചിണ്ടേട്ടൻ്റെ മകൾ നാരായണിയേച്ചി, അതുപോലെ തന്നെ നാരായണനും പഴയകാലത്തെ അനുഭവങ്ങൾ കുറേയേറെ പങ്കുവെക്കുകയുണ്ടായി. അന്നത്തെ അനുഭവം വെച്ചുകൊണ്ട് നാരായണൻ പറഞ്ഞത് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഉശിര് പോരാണ്. അപ്പോൾ അതെല്ലാം മുഖവിലക്കെടുക്കേണ്ട കാര്യമാണ്. പുതിയ തലമുറക്ക് ഉശിര് പോരാ. ചടങ്ങിൽ T തമ്പാൻ അധ്യക്ഷത വഹിച്ചു. P ശശിധരൻ, KP ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് T കൃഷ്ണൻ അനുസ്മരണവും നടന്നു. ഫെബ്രുവരി 18 മുതൽ 21 വരെയാണ് ജാഥ നടത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ചിരട്ടയിൽ മനോഹരമായ കരകൗശലങ്ങൾ തീർത്ത് ശ്രദ്ധേയനാവുകയാണ് പയ്യന്നൂർ കൺട്രോൾ റൂമിലെ ASIയും മുൻ മന്ത്രി KK ശൈലജ ടീച്ചറുടെ ഗൺമാനുമായി സേവനം ചെയ്ത ചെറുതാഴത്തെ M ദിനേഷ് കുമാർ. ഒഴിവു സമയങ്ങളിലാണ് ചിരട്ടയിൽ വിസ്മയം തീർക്കുന്നത്. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ചെറുതാഴത്താണ്. ചെറുതാഴത്ത് ASI M ദിനേഷ് കുമാറിൻ്റെ വീട്ടിലാണുള്ളത്. അദ്ദേഹം പയ്യന്നൂർ കൺട്രോൾ റൂമിലെ ASI ആണ്. കൂടാതെ അദ്ദേഹം 5 വർഷം KK ശൈലജ ടീച്ചറുടെ ഗൺമാനായിരുന്നു. അദ്ദേഹം നല്ലൊരു കരകൗശല വസ്തുക്കൾ ഉണ്ടാകുന്ന ആളുകൂടിയാണ്. ഒഴിവ് സമയങ്ങളിൽ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ദിനേശിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം.
അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാക്കിക്കുള്ളിലെ കലാകാരൻ ദിനേശൻ സാർ. ദിനേശൻ സാർ നമസ്കാരമുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട് താങ്കൾ ഒരുക്കിയിട്ടുള്ള ഈ ശില്പങ്ങളൊക്കെ. എങ്ങനെയാണ് ഈ ഡ്യൂട്ടിക്കിടയിലും ഈ ശില്പങ്ങൾ ഉണ്ടാക്കാൻ സമയം കണ്ടെത്തുന്നത്? ഡ്യൂട്ടിക്കിടെ നമ്മൾ വിശ്രമത്തിൻ്റെ സമയത്ത് ഇതുപോലത്തെ ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എല്ലാം എടുത്താൽ ഡേ റെസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ അധികം നൈറ്റ് ഡ്യൂട്ടി അവിടെ വരുമോ കൺട്രോളിൽ, കുറച്ച് റെസ്റ്റ് ടൈം നമുക്ക് കിട്ടും ആ സമയത്ത് ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു പോലീസ് ജീവിതം? എങ്ങനെയായിരുന്നു? നമുക്കറിയാം ശൈലജ ടീച്ചറുടെ ഗൺമാനൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഡ്യൂട്ടി സമയവും കാര്യങ്ങളൊക്കെ? പോലീസുകാരുടെ മൊത്തം ജീവിതം തിരക്ക് പിടിച്ചൊരു സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടാത്തൊരു അവസ്ഥ നമുക്ക് പോലീസുകാർക്ക് ഉണ്ടാകുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം 5 വർഷം ശൈലജ ടീച്ചറുടെ കൂടെ ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. ടീച്ചർ വളരെ നമ്മളൊരു അമ്മേനെ പോലെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. ടീച്ചർ 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പേ വന്ന് ഈ സാധനങ്ങളൊക്കെ കണ്ടേ നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പോയതാണ്. എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പോൾ എന്താണ് മീഡിയം? എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഈ ചെയ്തത് മൊത്തം ചിരട്ട മാത്രം ഉപയോഗിച്ചിട്ടാണ്. ചിരട്ട മാത്രം ഉപയോഗിച്ച് ചിരട്ട ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അതൊരു പശ വുഡ് ഫിൽം എന്നൊരു പശയുണ്ട്. ആ പശ വെച്ച് ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തിട്ട് മിനുസപ്പെടുത്തി പിന്നെ അത് പോളിഷ് ചെയ്തെടുക്കുന്നതാണ്. വീട്ടിലുള്ള ആളുകൾക്ക് ഇതിന് സപ്പോർട്ട് ചെയ്യുമോ? വീട്ടിലിപ്പോൾ വൈഫും ഇളയ കുട്ടിയെ വീട്ടിലുള്ളൂ. അവർ നല്ല സപ്പോർട്ടാണ്. അവർ പക്ഷേ ഇതിൽ ചെയ്യാൻ അവർക്ക് പറ്റൂല. പക്ഷെ നമ്മൾ ചെയ്യുന്നതിൽ എല്ലാവിധ സപ്പോർട്ടും അവർ ചെയ്യും. എന്തായാലും വളരെ മനോഹരമായ ശില്പങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഈ ഇത്തരത്തിൽ ഒരു സിംഹത്തിനൊക്കെ നിർമ്മിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം അല്ലേ? എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും ഈ ഇത്തരം ഒരു സിംഹത്തിനൊക്കെ നിർമ്മിക്കാൻ? ഈ സിംഹത്തിൻ്റെ ഇതാദ്യം ഞാൻ ഇത് തല മാത്രം ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി, ഞാൻ യൂട്യൂബ് ചാനലൊക്കെ ശ്രദ്ധിച്ചാലും ഇതുപോലെ സാധനങ്ങൾ എവിടെയും കണ്ടില്ല, ആരും ഉണ്ടാക്കി കണ്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു, വേറെ ഞാൻ കണ്ടിട്ടില്ല. സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ അതിനെ പൂർണ്ണമായിട്ട് ഒരു ഫിഗറിൽ തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒരു 10-20 ദിവസത്തിലധികം ഇതിനായിട്ട് നടക്കിട്ടിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് കൂടുതലും പ്രകൃതിയോട് ഇണങ്ങി അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിയുമായി ഇണങ്ങി പ്രത്യേകിച്ച് മൃഗങ്ങളെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിർമ്മാണത്തിലേക്ക് പോകാൻ കാരണം? മൃഗങ്ങളോട് ചെറുപ്പത്തിലെ ഒരു ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ആനേൻ്റെ ഒരു പ്രത്യേക ഒരു വികാരം. ആനയുടെ പലവിധ ചിത്രങ്ങൾ, ആനയെ ഞാൻ പെട്ടെന്ന് നിഷ്പ്രയാസം ആനകൾ വരയ്ക്കാൻ സാധിക്കുന്ന ഒരു ആളാണ്. ആ രീതിയിൽ ഒരു ആനയെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? ഇവിടെ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ഉണ്ട്. ഇതിൻ്റെ കുറേ പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കിണ്ടി, വിളക്ക്, അതുപോലെ ഈ സിംഹം, കുതിര, ഈ ബുദ്ധൻ്റെ ഒരു ഫിഗർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു മാനിൻ്റെ, ഒരു തത്ത, അരയന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. എന്തായാലും വളരെയധികം മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ ഇതുവരെ വിൽപ്പന നടത്തിയിട്ടുണ്ടോ? അതെങ്ങനെയാണ്? ഇല്ല, വിൽപ്പനയൊക്കെ പറ്റി ആലോചിച്ചിട്ടില്ല. ഒരു ബിസിനസ്സായിട്ട് ആലോചിച്ചിട്ടേ ഇല്ല. എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നു. അതുപോലെ തന്നെ എന്തായാലും കാക്കിക്കുള്ളിൽ ഒരു കലാകാരനുണ്ടെന്ന് പറഞ്ഞു. മറ്റ് മേഖലകളിൽ ഏതെങ്കിലും മേഖലകൾ പ്രവർത്തിക്കുന്നുണ്ടോ? കലാരംഗത്ത്, ചിത്രരചന അല്ലെങ്കിൽ മറ്റ് ഞാനങ്ങനെ പ്രൊഫഷണലായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. വരക്കുന്നില്ലൊരു ഇതല്ലാണ്ട് പിന്നെ ചെറിയ പ്രായത്തിൽ ക്ലേ മോഡലിംഗ് ഇതുപോലെ മത്സരങ്ങൾ പങ്കെടുത്തിട്ട് കോളേജിലും ഇങ്ങനെ പഞ്ചായത്ത് കേരളോത്സവത്തൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിചയത്തിലാണ് ആദ്യമായിട്ട് ചെയ്തൊരു വർക്കാണ് ഈ ചുമരിന് സിമെന്റ് വർക്ക്. സിമെന്റിൽ ചെയ്ത ആദ്യത്തെ വർക്കാണ്. അതിന് ശേഷം ചെയ്തിട്ടില്ല. വീട്ടിലെ വേണ്ടി ചെയ്ത് വളരെ മനോഹരമായിട്ടുണ്ട്. അതിലും മാനും അരയന്നങ്ങളും ഒക്കെ അതിലും ഇടം പിടിച്ചിട്ടുണ്ട് അല്ലേ? വളരെ മനോഹരമായിട്ടുണ്ട്. വീട്ടിൽ ആരൊക്കെയാണുള്ളത് എന്നവരുടെ പേര്? വീട്ടില് വൈഫും 2 കുട്ടികളാണ്. വൈഫിന്റെ പേര് സബിത, ഇവിടെ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. മക്കളെ 2 പെൺകുട്ടികളാണ്. മൂത്തവള് തൃശ്ശൂർ BSc ഫോറസ്ട്രി പഠിക്കുന്നു, എഴുത്തില ദിനേശ്. ചെറിയ കുട്ടി ചെറുതാഴ് സ്കൂളിൽ +1 സയൻസ് രസിക. പിന്നെ അമ്മയുടെ അമ്മയും കൂടി ഉണ്ട് എൻ്റെ കൂടെ, തമ്പായി പ്രായമായവരാണ്, 90 വയസ്സ് കഴിഞ്ഞത്. ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഇത് എക്സിബിഷൻ നടത്തണം അങ്ങനെ എന്തെങ്കിലും? നമ്മളിപ്പോൾ ഒരു ചെയ്ത വർക്ക് മറ്റുള്ളവർ കാണണം, നമ്മൾക്കൊരു അഭിനന്ദനം കിട്ടണമെന്നില്ല ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ അധികം ആൾക്കാർ അറിയില്ല. നമ്മുടെ നാട്ടിലെ തന്നെ പല ആൾക്കാരും അറിയില്ല. ചിലപ്പോൾ നിങ്ങൾ ഇതുവഴിയായിരിക്കും കുറേ ആൾ അറിയായിരിക്കും. അപ്പോൾ എല്ലാവരും അറിയപ്പെടണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എന്തായാലും വളരെ മനോഹരമായ ശില്പങ്ങളാണ് ദിനേശൻ സാറ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കാക്കിക്കുള്ളിലെ കലാകാരൻ അഭിനന്ദനം അർഹിക്കുക തന്നെ ചെയ്യുകയാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്. കാർഷിക സന്ദേശം യുവതലമുറയിലേക്ക് പകർന്നു നൽകുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യത്തോടെ പടന്ന ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കൃഷി സമൃദ്ധി ജൈവ പച്ചക്കറി കൃഷി മത്സരത്തിൽ യുവ കർഷകൻ നവജിത്ത് തടിയൻകോവൽ വിജയിയായി. മത്സരത്തിൽ വാർഡിലെ നിരവധി കുടുംബങ്ങൾ പങ്കാളികളായി.
പടന്ന ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ കീഴിൽ വാർഡ് മെമ്പറും പ്രശസ്ത സിനിമാ നടനും കൂടിയായ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ എന്ന പോലെ ഈ വർഷവും പച്ചക്കറി കൃഷി മത്സരം സംഘടിപ്പിച്ചത്. കൃഷി സന്ദേശം യുവതലമുറയിലേക്ക് പകർന്നു നൽകുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യത്തോടെ നടന്ന മത്സരത്തിൽ യുവ കർഷകൻ നവജിത്ത് തടിയൻകുവൽ 1ാം സ്ഥാനം നേടി. ചന്ദ്രിക പൊന്നരിയാൽ 2ാം സ്ഥാനവും സുകുമാരൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. നമ്മുടെ പടന്ന ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിൽ കഴിഞ്ഞ 5 വർഷമായി നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ജൈവ പച്ചക്കറി കൃഷി മത്സരം. 1 സെന്റിലെങ്കിലും കൃഷി ചെയ്യണമെന്നാണ് നമ്മൾ കൃഷിക്കാരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ നിലക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതുകൊണ്ട് മിക്കവാറും എല്ലാ വീടുകളിലും കൃഷി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതുമാത്രമല്ല, ഒരു മത്സര ബുദ്ധിയോടുകൂടി ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്, കടകളിൽ നമുക്ക് കിട്ടുന്നത് കീടനാശിനികളും രാസവളവും അമിതമായി ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറികളാണ്. അപ്പം അതിന് വ്യത്യസ്തമായി നല്ല ജൈവ പച്ചക്കറി കൃഷി ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ നമ്മുടെ രോഗങ്ങളെ അകറ്റി നിർത്തുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. പടന്ന കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് PP കപിൽ, കാർഷിക കോളേജ് റിട്ടയർഡ് ഫാം സൂപ്രണ്ട് സുരേന്ദ്രൻ എന്നിവർ വിധികർത്താക്കളായി. വാർഡിലെ നിരവധി കുടുംബങ്ങൾ മത്സരത്തിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബാലികാ ബാലന്മാരുടെ ഇടപെടലുകൾ വർദ്ധിച്ചുവരുന്ന കാലഘട്ടത്തിൽ അവർ സൈബർ കുറ്റകൃത്യങ്ങളിൽപ്പെടാനുള്ള സാധ്യത രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി D. ശിൽപ അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ 84ാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ 84ാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് ചടങ്ങും ജില്ലാ പോലീസ് മേധാവി D. ശിൽപ ഉദ്ഘാടനം ചെയ്തു. ടീനേജേഴ്സ്, പിന്നെ കോളേജ് പോകുന്ന കുട്ടികൾ, പിന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെ പല ഏജിന ആൾക്കാർ ഇപ്പോൾ ലഹരി വസ്തുക്കൾ അഡിക്ഷൻ നമ്മൾ കൂടുന്നത് കാണുന്നുണ്ട്. എല്ലാവരും നിങ്ങൾ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, അവർ എന്താണോ ബിഹേവിയറിൽ അവർക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ടോ, സഡനായി അവർ അഗ്രസീവ് ബിഹേവിയറോ ഇല്ല, സഡനായി സൈലന്റ് ആയിട്ടുള്ളൂ, അത് ശ്രദ്ധിക്കുക. അങ്ങനെ എന്താണോ കുട്ടികൾ അഡിക്ഷനിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ. സ്കൂൾ PTA പ്രസിഡന്റ് MV ഫൈസൽ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ രൂപത കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് അനുഗ്രഹ ഭാഷണം നടത്തി. ഉപഹാര സമർപ്പണവും എൻഡോമെന്റ് വിതരണവും ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം E. ശശിധരൻ, ഫാദർ സന്തോഷ് തലച്ചിറയിൽ, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, സീനിയർ അസിസ്റ്റന്റ് നിർമ്മല പോൾ, ജാസ്മിൻ തോമസ്, KV മുരളി, N. സുൽഫാനത്ത്, PU സുമതി എന്നിവർ പ്രസംഗിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ ടോം പ്രസാദ്, KA ജെസി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. വാർഷികാഘോഷ യാത്രയയപ്പ് ചടങ്ങിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വിവിധ മത്സരങ്ങളും നടന്നു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം പദ്ധതി കേന്ദ്രങ്ങളിലെ സെക്രട്ടറിക്കും ലൈബ്രറിയനുമുള്ള ജില്ലാതല പരിശീലനം പയ്യന്നൂർ കണ്ടോത്ത് കുറുമ്പ ഓഡിറ്റോറിയത്തിൽ നടന്നു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം MK രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വായനാ വസന്തം വീട്ടിലേക്ക് ഒരു പുസ്തകം പദ്ധതി കേന്ദ്രങ്ങളിലെ സെക്രട്ടറിക്കും ലൈബ്രറിയനുമുള്ള ജില്ലാതല പരിശീലനം കണ്ടോത്ത് കുറുമ്പ ഓഡിറ്റോറിയത്തിൽ നടന്നു. ലൈബ്രറി കൗൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം MK രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒന്നാം ഭർത്താവ് മരിച്ചാൽ 2ാം ഭർത്താവ് വാഴും എന്നുള്ള വിശ്വാസത്തിൽ അഭ്യസ്തവിദ്യയായിട്ടുള്ളൊരു യുവതി കാമുകനെ 1ാം ഭർത്താവായിട്ട്, എന്ത് കല്യാണമെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു കല്യാണം കഴിച്ചു, പ്രതീകാത്മക കല്യാണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ 1ാം ഭർത്താവിനെ കഷായത്തിൽ വിഷം കൊടുത്തുകൊണ്ട് മെല്ലെ 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 കൊല്ലുകയും 2ാം ഭർത്താവുമായിട്ട് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള നിലയിൽ, അതും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസ പ്രചോദിതമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വിശ്വാസത്തിന്റെ മറവിലാണ് നടന്നത്, ജയിലിലാണ്. അപ്പൊ ഈ രീതിയിൽ ഒരുപാട് നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നീണ്ട മുടിയുള്ള സ്ത്രീയാണ് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തു വന്ന ആൾ, അദ്ദേഹത്തിന്റെ പേര് ചെന്താമൻ, ജ്യോത്സ്യം തന്നെയാണ് പിന്നിലുള്ളത്. നീണ്ട മുടിയുള്ള സ്ത്രീകൾ ശാപമാണ് എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള ചില ചിത്രങ്ങളും നമ്മുടെ കേരളത്തിൽ ഉണ്ട്.
അപ്പോൾ ഇത് തീർച്ചയായിട്ടും സാംസ്കാരിക കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്ത നവകേരളം ഹരിത ഗ്രന്ഥാലയം പ്രഖ്യാപനം ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ നിർവഹിച്ചു. വി പി സുകുമാരൻ, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, വി വി സുകുമാരൻ, കൃഷ്ണപ്രഭ മാസ്റ്റർ, കെ ജി വത്സലകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണപുരം കീഴറ കൂലോം ക്ഷേത്രം കളിയാട്ട നഗരിയിലെത്തുന്നവരുടെ ദാഹമകറ്റി വോക്ക് കീഴറ. തുടർച്ചയായി 10ാം വർഷമാണ് സൗജന്യമായി ഇവർ ദാഹജലം വിതരണം ചെയ്യുന്നത്. കീഴറയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ശക്തമായ ഇടപെടൽ നടത്തുന്ന സംഘടനയാണ് വോക്ക് കീഴറ. ഒരു ദശാബ്ദക്കാലമായി കീഴറ കൂലോം ക്ഷേത്രം കളിയാട്ടത്തിന്റെ ഭാഗമായി ഇവർ കുടിവെള്ളം നൽകി വരുന്നു. കളിയാട്ട ദിവസങ്ങളിൽ 2ാം തീയതിയും 6ാം തീയതിയും 10 വർഷമായി സൗജന്യ ദാഹജല വിതരണം നടത്തിവരുന്നു. 100 കണക്കിന് ആളുകളാണ് ദാഹമകറ്റാൻ വോക്ക് കീഴറയുടെ തണ്ണീർപന്തലിൽ എത്തുന്നത്. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ ഈ കീഴറയുടെ കൂലോം കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ദാഹജല വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ നിരവധി തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ഈ നാടിന് വേണ്ടിയിട്ട് ക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വയനാട് ദുരന്തമുണ്ടായ സമയത്ത് നമ്മൾ ഇവിടെ 1.5 ലക്ഷം രൂപയുടെ സാധനങ്ങളായിട്ട് നമ്മൾ വയനാട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ നീന്തൽ ഏകദേശം ഒരു 100 കുട്ടികളെ നമ്മൾ ഈ നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ നീന്തൽ ഗ്രാമം ആക്കുക എന്നതാണ് നമ്മുടെ ഈ ക്ലബിൻ്റെ ഒരു ലക്ഷ്യം. അത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കത് സാധ്യമാക്കാൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത്. വോക്ക് കീഴറ പ്രസിഡന്റ് അജിത് കുമാർ പി കെ, സെക്രട്ടറി മഹേന്ദ്രകുമാർ കെ പി, വോക്ക് പ്രവർത്തകരായ ഗോപാലകൃഷ്ണൻ പി, പ്രഭാത് കെ പി, കൃഷ്ണൻ കെ, പത്മനാഭൻ കെ, കൃഷ്ണൻ പി, വിനോദ് കുമാർ കെ പി, വനിതാ മെമ്പർമാരായ രാധാമണി ടി പി, ശോഭ കൃഷ്ണൻ തുടങ്ങിയവർ ദാഹജല വിതരണത്തിൽ സജീവമായി രംഗത്തുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞിമംഗലം ടിസ്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേഷൻ ഫെബ്രുവരി 20, 21, 22 തീയതികളിൽ നടക്കും. എക്സിബിഷൻ, ഡിജിറ്റൽ ഫെസ്റ്റ്, ലേണിംഗ് കാർണിവൽ, ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയ വിവിധ പരിപാടികളാണ് ആനുവൽ ഡേയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. 2024-25 അക്കാദമിക് വർഷത്തിലെ ആനുവൽ ഡേയോടനുബന്ധിച്ച് ഫെബ്രുവരി 20, 21, 22 തീയതികളിലായി എക്സിബിഷൻ, ഡിജിറ്റൽ ഫെസ്റ്റ്, ലേണിംഗ് കാർണിവൽ, ഫുഡ് ഫെസ്റ്റ്, ആന്റി ഡ്രഗ് സ്കേറ്റിംഗ് റാലി എന്നീ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പ്രതിഭയും സാങ്കേതിക നവീനതയും പ്രദർശിപ്പിക്കുന്നതോടൊപ്പം സാമൂഹിക അവബോധം ഊട്ടിയുറപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം കണ്ണൂർ സഹോദയ ചെയർമാൻ കെ പി സുബൈർ നിർവഹിക്കും. ഫെബ്രുവരി 22 നടക്കുന്ന ആനുവൽ ഡേയുടെ ഉദ്ഘാടനം മാധവൻ പുറച്ചേരി നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ടി പി ഫാത്തിമ, കെ റാസിയ, സൈനബ പാലക്കോടൻ, പി വി ശ്രീനിധി, പി ഹസൻ, എ ഫഹദ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. രാമന്തളി ഗ്രാമപഞ്ചായത്ത് 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാമന്തളി എറൻപുഴയിൽ നടത്തിയ നീന്തൽ പരിശീലനം സമാപിച്ചു. സർട്ടിഫിക്കറ്റ് വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോവിന്ദൻ നിർവഹിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തി നീന്തൽ പരിശീലന സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു നീലകണ്ഠന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിനേശൻ കെ പി, നിർവഹണ ഉദ്യോഗസ്ഥൻ സുരേഷൻ ഇ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി 25 CPM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ ഭാഗമായുള്ള പയ്യന്നൂർ ഏരിയാതല കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. എട്ടിക്കുളം കക്കംപാറയിൽ നിന്നും പര്യടനം ആരംഭിച്ച ജാഥയ്ക്ക് പയ്യന്നൂരിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. കേന്ദ്ര കേരള ബജറ്റിലെ ജനദ്രോഹ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമരപരിപാടിയുമായി കോൺഗ്രസ്. വിവിധയിടങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാറിയെന്ന് BJP സംസ്ഥാന കമ്മിറ്റി അംഗം ഷോൺ ജോർജ്. BJP മാടായി മണ്ഡലം കമ്മിറ്റി പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IT ജോലിക്ക് വിട, തരിശുഭൂമിയിൽ കനകം വിളയിച്ച് യുവാവ്. ബംഗളൂരുവിലെ 15 വർഷം നീണ്ട IT ജോലി ഉപേക്ഷിച്ച് തരിശുഭൂമിയിൽ കൃഷിയിറക്കി വിജയം കൊയ്യുകയാണ് മയ്യിൽ വള്ളിയോട്ട് സ്വദേശി P രതീഷ് എന്ന കൃഷിയെ പ്രണയിക്കുന്ന യുവ കർഷകൻ.
വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.